ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ എന്താന്ന് അപ്പുണ്ണി പറയും. അപ്പുണ്ണി സ്പെഷ്യൽ ഒന്നുമില്ല, ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മാറിയിട്ടില്ല. വീട്ടിൽ വലിച്ചിട്ടുണ്ട്, ഒരു ബ്ലോഗ് ചെയ്യണം, അവിലുണ്ടാക്കി തരുന്നുണ്ട്. ഇപ്പൊ അവിലുണ്ടാക്കാനുള്ള പ്ലാനാണ്. അപ്പൊ ഇന്ന് അപ്പുണ്ണി സ്പെഷ്യൽ അവില്. ആരും മിസ് ചെയ്യരുത് വീഡിയോ. അപ്പുണ്ണിയുടെ സ്പെഷ്യലും ഞങ്ങളുടെ കുറച്ച് മണ്ടത്തരങ്ങളും. അപ്പൊ നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. ഇവിടെ തൈരോ തക്കാളിയോ ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കോൽപ്പുളിയാണ്. ഒരു ഉണ്ട ഇത്രയും സൈസ് കോൽപ്പുളി എടുക്കാം. പിന്നെ കുറച്ച് വെള്ളം ഇട്ട് സൂക്കിയത് വയ്ക്കാം. വെള്ളത്തിൽ ഇത്ര മതിയായിരിക്കും എന്ന് തോന്നുന്നു. ജസ്റ്റ് നമുക്ക് ഇത്രയും ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ വീട്ടിലോട്ട് വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ച. ഇത് നമ്മള് ലുലുന്ന് സെപ്പറേറ്റ് അരിഞ്ഞത് മേടിച്ചതാണ്. കാരണം നമുക്ക് ആ എളുപ്പപ്പണിക്ക് വേണ്ടി. അപ്പൊ അങ്ങനെ സെറ്റ് ആയിട്ട് കിട്ടിയതാട്ട്. ഇനി എന്നാലും കുറച്ചും കൂടി ഇത് സൈസ് ഒന്ന് കുറച്ചുകൂടി ചെറുതാക്കാനുണ്ട്. അപ്പൊ അതേ അപ്പുണ്ണി അതിനു വേണ്ടി പോവാൻ പോകും. അതെ, അപ്പുണ്ണി കട്ട് ചെയ്തോണ്ടിരിക്കല്. അപ്പുണ്ണിയെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കാം. എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. നല്ലൊരു ഇന്റർനാഷണൽ കുക്കർ പോവാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇത്ര പെട്ടെന്ന് കല്യാണം കഴിക്കണം. ഹാപ്പി മാരീഡ് ലൈഫ്. അങ്ങനത്തെ ഗൈസ് അപ്പുണ്ണിയുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. വൃത്തിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ സൈസൊന്നും നോക്കിയത്, സൈസൊക്കെ പല സൈസായിരിക്കും. പക്ഷെ അത് അഡ്ജസ്റ്റ് ചെയ്ത് തിന്നാൽ മതി. അതെല്ലാം കൂടി ഇനി വാഷ് ചെയ്യട്ടെ. ഇനി നെക്സ്റ്റ് പരിപാടി വാഷിങ്. അത് കഴിഞ്ഞൊന്ന് വെള്ളത്തിലിട്ട് വെക്കണ്ടേ, എന്നാലും ഒന്ന് ഫ്രഷ് ആവുള്ളൂ. മീൻസ് എന്നാലും പൂവില്ല, പുറത്തെ പച്ചക്കറികളുള്ള ഫ്രഷ് ഒന്നും. എന്നാലും നമ്മുടെ സമാധാനത്തിന് വേണ്ടി ഒന്ന് വാഷ് ചെയ്യുന്നു. സോപ്പിട്ട് വാഷ് ചെയ്യുന്നു. അല്ല, സോപ്പിട്ട് വേണ്ട, സോപ്പിട്ട് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. അപ്പുണ്ണി പാൻ കഴുകി ഒരു പാൻ എടുത്ത് നമ്മൾ ഗ്യാസ് വെച്ചിട്ടോ. സ്റ്റാർട്ട് ചെയ്യാൻ പോണ് നമ്മൾ കുക്കിംഗ് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ. കാരണം ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നും ഇല്ലാത്തല്ലോ. പിന്നെ ഞങ്ങൾ ഇഷ്ടത്തിന് ഒത്തിരി ഒഴിച്ചു. വെളിച്ചെണ്ണ ഏറ്റവും കുറച്ച് യൂസ് ചെയ്യാൻ ഹെൽത്തി അല്ല. വെളിച്ചെണ്ണ ഇങ്ങനെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി വെളിച്ചെണ്ണ കൂടുതൽ ആഡ് ചെയ്യണത് ഭയങ്കര ഹെൽത്തിന് ഇഷ്യൂസ് വരും. വെളിച്ചെണ്ണ എപ്പോഴും കുറച്ച് യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾ ചിലർക്ക് ചില ഇഷ്ടങ്ങൾ ഉണ്ടാവില്ല, അതിനനുസരിച്ചും യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതെടുത്തിടണം കേട്ടോ. തുള്ളി പോലും വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, നന്നായി ഇളക്കാം. മസിൽ പിടിക്കരുത്, മസിൽ പിടിക്കാന്ന് ഇളക്കണം. അതെ, പുണ്യ ഇളക്കുന്നതായി. ഇത് ഓറാക്കിച്ച വാക്ക് തോന്നുന്നു. അപ്പൊ നമ്മള് മസാലയൊക്കെ ഇനി ആഡ് ചെയ്യാൻ പോകണ്ട. ഇത് നമ്മുടെ മസാല ബോക്സ്. ഇത് ഞങ്ങൾക്ക് നാട്ടിൽ നിന്ന് അമ്മ തന്നു വിട്ടതാണ്. നല്ല ഹെൽപ്ഫുള്ള. നമുക്ക് ഓരോ മസാല ഇട്ട് വയ്ക്കാം. കണ്ടില്ലേ മസാല ബോക്സ്? കുറച്ചു ഞങ്ങളുടെ ബിന്ദുമ്മ. കുറച്ച് മഞ്ഞപ്പൊടി. ഞങ്ങൾ എരിവിന്റെ അത്രയ്ക്കും താല്പര്യമുള്ള ആൾക്കാരല്ല. ചൂട് സമയം പിന്നെ ഞങ്ങള് കുറച്ച് പിന്നെ മാത്രം ഒരു എരിവ് ഇട്ടു എന്ന് പറയാന്. നമ്മളിപ്പോ എരിവ് അധികം വേണ്ടെന്ന് ചെയ്യാം, കാരണം ഹെൽത്തിനൊക്കെ അത്ര നല്ലതല്ലല്ലോ. അത് ഗരം മസാല ചെറുതായിട്ടോ. അടുത്ത പൊടി ഇടുന്നു. എന്തായാലും അവരേറിയാവും, അവരേറ്റേ. നെക്സ്റ്റ് ഉപ്പ്. ഉപ്പ് പിന്നെ അവസാനം നമുക്ക് കറിയൊക്കെ ആയി കഴിഞ്ഞിട്ട് കുറവാണെന്ന് ആഡ് ചെയ്യാം. ഇപ്പൊ കൂടിക്കണ്ടിട്ടുണ്ടെങ്കിൽ അത് പിന്നെ കുറയ്ക്കാൻ പറ്റുമല്ലോ. ഉപ്പ് അങ്ങടും ഇങ്ങടും നിൽക്കാൻ പാടില്ലല്ലോ. അതാണ് ഉപ്പിന്റെ പ്രത്യേകത. നമുക്ക് അതിനനുസരിച്ച് ഉപ്പ് നിൽക്കാം.
നെക്സ്റ്റ് ഇത് പുളി ചെറിയുള്ളി അരിയിട്ടാ. ഈ മാക്സിമം പ്ലാസ്റ്റിക് മാറ്റില്ലേ അത് ഒഴിവാക്കാൻ ശ്രമിക്കാം കേട്ടോ. വുഡാണ് കൂടുതൽ നല്ലത് അങ്ങനെ പറയുന്നത് കേൾക്കുന്നത്. ഞങ്ങൾ മാറ്റണം എന്ന് വിചാരിച്ചിരിക്കണം, ഇതുവരെ മാറ്റിയിട്ടില്ല. വൈകാതെ മാറ്റണം. ഇത് വുഡിന്റെ ആക്കണം, പ്ലാസ്റ്റിക്കിന്റെ അത്ര നല്ലതല്ലെന്ന് ചില ആൾക്കാർ ഇപ്പൊ പറയണത്. എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയില്ല, എന്നാലും അറിയുന്നവര് കമന്റ് ബില്ലോ. നെക്സ്റ്റ് പുളി നമ്മള് സോക്ക് ചെയ്യാനിട്ടിരുന്നു. അത് മീൻസ് ഇങ്ങനെ കുത്തി കുത്തി അതിന്റെ നീരാക്കണം കേട്ടോ, അതിൽ ആഡ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഗൈസ് ഞങ്ങളിത് പുളി ഒഴിക്കാൻ തുടങ്ങുന്നു. അല്ല നമ്മള് പുളി ഒഴിച്ച് ഇത് ഇളക്കിക്കൊണ്ടിരിക്കുന്ന. ഇനി ഒന്ന് മൂടി വെച്ച് ഇനി കുറച്ചു നേരം കൂടി ഒന്ന് വെവ്വാൻ. ഇവിടെ വെജിറ്റബിൾ പീസൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് വെവ്വണ്ടേ. പക്ഷെ അപ്പൊ ഗൈസ് ഞങ്ങള് അരപ്പ് റെഡിയാക്കാൻ പോകുന്നു. ആദ്യം മുളക് ഇട്ടു, പിന്നെ ചെറിയുള്ളി ഇട്ടു, അടുത്തത് നാളികേരം ചെറിയത്. ഇതാ നെക്സ്റ്റ് കുറച്ച് ജീരകം ഫ്ലേവറിന് വേണ്ടിട്ട്. അത് എല്ലാം കൂടിയിട്ട് നമ്മൾ അരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഗൈസ് ഞങ്ങളുടെ അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുട്ടാ. അപ്പൊ വേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്നിനൊരു കുറവ് വേണ്ട. കുറച്ച് നേരം വെച്ചിട്ട് മിക്സ് ചെയ്യണം. അതിനെല്ലാം കൂടി കുറച്ചു നേരം ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് നേരം ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് സ്മെല്ലൊക്കെ ഇട്ടിട്ട് എന്നിട്ട് നമുക്ക് തുറന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഗൈസ് 1 മിനിറ്റ് കഴിഞ്ഞു കേട്ടാ നമ്മൾ ഇളക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. വെജിറ്റബിൾസ് ഒക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. അതാണ് നമ്മളിത് ആഡ് ചെയ്തത്. പുളി പിടിച്ചിട്ടുണ്ട്, ഉപ്പ് ഇത്തിരി കുറവായിരുന്നു, നമ്മളപ്പോ അത് അരപ്പില ചേർത്തത് ഉപ്പ്. അപ്പൊ ഗൈസ് ഞങ്ങളുടെ അവിയൽ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, എല്ലാം ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിനി ഒരു പാനിലോട്ട് ഞങ്ങൾ മാറ്റണില്ല, ഇത് തന്നെയാ വെക്കുന്നത്. ഫസ്റ്റ് ടൈം ഞാൻ ആദ്യമായിട്ടാണ് അവിയൽ കറി ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്നത്. ഷെയർ അക്കോമഡേഷൻ വെച്ചിട്ട് 3-4 പേരൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇത് ആദ്യമായിട്ടാണ്. എന്തായാലും വിചാരിച്ചത്ര കൊളായില്ല, നന്നായിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞാലും പഠിച്ചു പോയിട്ടുണ്ട്. ഇനി ഞാൻ അത് വൃത്തിയാക്കിയിട്ട് എനിക്ക് റെസ്റ്റ് ഉണ്ടാവുമോ?